CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 33 വാർഡുകളിൽ 30-ൽ CPIM-ഉം 3-ൽ CPI-യും മത്സരിക്കും. മഞ്ചക്കൽ വാർഡിൽ മത്സരിക്കുന്ന 24 വയസ്സുള്ള അജ്മൽ അബ്ബാസാണ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. 8-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കളത്തിൽ അബ്ദുള്ളയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. 473 പോയിന്റ് നേടിയാണ് സ്കൂൾ വിജയം നേടിയത്. AEO സുവർണകുമാരി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കളക്ഷൻ ഏജന്റിനെ മർദ്ദിച്ച സംഭവത്തിൽ പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മെമ്പർ സതീഷിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരിക്ക് മണ്ണൂർ രാജകുമാരൻ ഉണ്ണി നൽകി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 33 വാർഡുകളിൽ 30-ൽ CPIM-ഉം 3-ൽ CPI-യും മത്സരിക്കും. മഞ്ചക്കൽ വാർഡിൽ മത്സരിക്കുന്ന 24 വയസ്സുള്ള അജ്മൽ അബ്ബാസാണ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. 8-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VP സമീജ്, VT സാദിഖ് ഹുസൈൻ, P വിഷ്ണു, കൌൺസിലർ PK നൌഷാദ് ഉൾപ്പെടെ 4 പേർ നിലവിലെ കൌൺസിലിൽ നിന്ന് മത്സര രംഗത്തുണ്ട്. 1-ാം വാർഡ് പടിഞ്ഞാറ്റുമുറിയിൽ P ഉമ്മർ, 2-ാം വാർഡ് തൂതയിൽ ജംസിയ പുലാക്കൽ, വാർഡ് 3 ഹെൽത്ത് സെന്ററിൽ K സിന്ധു, വാർഡ് 4 പാപ്പറമ്പ് T ജ്യോതി, വാർഡ് 5 നടുവട്ടത്ത് PK മുഹമ്മദ് ഷാബിർ, വാർഡ് 6 കാറൽമണ്ണയിൽ V ഉഷ, വാർഡ് 7 ആലുംപാറയിൽ ആതിര ഉണ്ണി, വാർഡ് 8 അമ്പലവട്ടത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വാർഡ് 9 കരുമാനാംകുറിശ്ശിയിൽ MR രാജേഷ്, വാർഡ് 10 കുന്നുംപുറത്ത് N സാബിറ, വാർഡ് 11-ൽ 26-ാം മൈൽ VT സാദിഖ് ഹുസൈൻ, വാർഡ് 12-ൽ കച്ചേരിക്കുന്ന് VP സമീജ്, വാർഡ് 13 മാണ്ടക്കരി ജസീന മഞ്ഞളങ്ങാടൻ, 14-ാം വാർഡിൽ ഇല്ലിക്കോട്ടുകുറിശ്ശി C ഷീജ, വാർഡ് 15 പുത്തനാൽക്കൽ P സലീന, വാർഡ് 16 നിരപ്പറമ്പിൽ K സച്ചിദാനന്ദൻ, വാർഡ് 17 ഉങ്ങിൻതറ U രേഷ്മ, വാർഡ് 18 ഉങ്ങിൻതറ തെക്ക് P സാജിദ, വാർഡ് 19 കുറ്റിക്കോട് P വിഷ്ണു, വാർഡ് 20-ൽ കുറ്റിക്കോട് സൗത്ത് T റിയാസ്, വാർഡ് 21 കൂളിയാട് PK നൌഷാദ്, 22-ാം വാർഡിൽ എലിയപ്പറ്റ KP നബീസ, 23-ാം വാർഡിൽ കോട്ടക്കുന്ന് P ശ്രീജ, വാർഡ് 24 സെക്രട്ടറി പടി T നളിനി, വാർഡ് 25 ചെർപ്പുളശ്ശേരി K ഷിഫാനത്ത്, വാർഡ് 26 കാവുവട്ടം C ജയകൃഷ്ണൻ, വാർഡ് 27-ൽ മൽമൽകുന്ന് V അനിത, വാർഡ് 28-ൽ അഞ്ചക്കൽ VP അജ്മൽ അബ്ബാസ്, വാർഡ് 29 വെള്ളാട്ടുകുറിശ്ശി K ഷിഹാബ്, വാർഡ് 30-ൽ പന്നിയംകുറിശ്ശി C സുമേഷ്, വാർഡ് 31 ചെന്ത്രത്തുപറമ്പ് T സന്തോഷ്, വാർഡ് 32 വീട്ടിക്കാട് PK അനിത, വാർഡ് 33 നാലാലുംകുന്ന് C അനന്തനാരായണൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ചെർപ്പുളശ്ശേരിയിൽ നടന്ന ഇടതുമുന്നണി കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. CCN ചെർപ്പുളശ്ശേരി. കൂടുതൽ സീറ്റോടെ മികവാർന്ന വിജയം ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇടതുമുന്നണി നേടുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. LDF ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി. ഈ ത്രിതല പഞ്ചായത്തിൽ, ഈ നഗരസഭയിൽ അത്യുജ്വലമായ വിജയം ഉണ്ടാക്കിയെടുക്കണം ചെർപ്പുളശ്ശേരി. ഒരു തവണ ചെർപ്പുളശ്ശേരി ഉണ്ടായ പുതുക്കത്തിൽ കൈവിട്ടുപോയി. ഇപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ തവണ തിരിച്ചു പിടിച്ചു. ഇത്തവണ കൂടുതൽ സീറ്റോടുകൂടി മികവാർന്ന വിജയം ഓരോ വാർഡിലും നമ്മൾ നിശ്ചയിക്കുന്ന പാർട്ടി നിശ്ചയിക്കുന്ന ആരോ ആയിക്കോട്ടെ സ്ഥാനാർത്ഥി ആരാവണമെന്നതല്ല നമ്മുടെ മുമ്പിലെ പ്രശ്നം. സ്ഥാനാർത്ഥി ആരായാലും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവർ ജയിക്കാതിരുന്നാൽ ഈ നാടിന്റെ നാശമായിരിക്കും ഇതിന്റെ പരിണത ഫലം എന്ന് മനസ്സിലാക്കി നമ്മൾ നിശ്ചയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. അതിന്
തെരഞ്ഞെടുപ്പിൽ വോട്ട് സമാഹരിക്കാനുള്ള പ്രവർത്തകരാണ് എന്റെ മുമ്പിൽ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, വോട്ട് ചെയ്യുന്നവരല്ല. ഇപ്പോ ഈ കേരളത്തിൽ എല്ലാവർക്കും സാമൂഹ്യ നീതി നടപ്പിലാക്കുക എന്ന ഈ സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാൻ ഈ നഗരസഭാ ഭരണം കേരളത്തിനോടൊപ്പം മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം, മികവാർന്ന വിജയം, നല്ല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഓരോ വിജയം ഉറപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി MLA, ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C ജയകൃഷ്ണൻ, P രാമചന്ദ്രൻ, E ചന്ദ്രബാബു, O സുലേഖ, PK സുജിത്, മുനിസിപ്പൽ സെക്രട്ടറി M സിജു, KK സെയ്തലവി, CPI നേതാവ് OK മുസ്തഫ, INL നേതാവ് KT മുഹമ്മദ് അലി, JDS നേതാവ് K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരിയിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ജനകീയരായ സ്ഥാനാർത്ഥികളെയാണ് ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇടതുമുന്നണി പരിഗണിച്ചതെന്നും 33 വാർഡുകളിലും വിജയം നേടാനാകുമെന്നും P മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ വിവിധങ്ങളായുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലുമൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ചെർപ്പുളശ്ശേരിയിലെ 33 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ 33 വാർഡുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആപ്റ്റായ ആ പ്രദേശത്തെ ഞങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഒരു മുനിസിപ്പൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനാണ് മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. CPIM ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് മുന്നണി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കളക്ഷൻ ഏജന്റിനെ മർദ്ദിച്ച സംഭവത്തിൽ പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മെമ്പർ സതീഷിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. മണ്ണാർക്കാട് നഗരത്തിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന് സമീപം വെച്ചാണ് സംഭവം നടന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന. പഞ്ചായത്ത് മെമ്പർ സതീഷ് തന്നെ മർദ്ദിച്ചുവെന്നാണ് കളക്ഷൻ ഏജന്റിന്റെ പരാതി. മർദ്ദനമേറ്റ പരാതിക്കാരൻ ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ മാർഗതടസ്സം സൃഷ്ടിച്ചു വെച്ചിരുന്ന ഒരു ബൈക്ക് ഈ ഹരിദാസൻ ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിച്ച ഇതിന്റെ ഒരു പ്രതികാര ബുദ്ധി കാണിച്ചുകൊണ്ടാണ് ഇവര് അക്രമം അഴിച്ചുവിട്ടത്. ഒരു മദ്യപന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും വളരെ മാരകമായ രീതിയിൽ ഒരു കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടിരിക്കും. വളരെ മോശമായ രീതിയിൽ ആദ്യം തള്ളുകയും പിന്നീട് ആ ബാരിക്കേഡിൽ വെച്ച് അദ്ദേഹത്തെ ഞെരിക്കുകയും മുഖത്ത് ഇടിക്കുകയൊക്കെ ചെയ്തു. നല്ല പരിക്കാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് കഴുത്തൊന്നും അനക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലാണ്. ഇന്നലെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടതായിരുന്നു. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് അവിടെ നടത്തിയത്. ആ ഭാഗങ്ങളിൽ പല സമയത്തും ഇത്തരം അക്രമങ്ങൾ വഴിപോക്കരെ അടക്കം പലരും ആക്രമിക്കുന്ന അവസ്ഥയുണ്ട്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കളത്തിൽ അബ്ദുള്ളയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കുന്തിപ്പുഴ KC അബ്ദുറഹ്മാൻ, വാർഡ് നമ്പർ 1, വാർഡ് നമ്പർ 2, കുളർമുണ്ട ഷമീർ ബാപ്പു, മൂന്നാം വാർഡ് ചോമേരി സമീർ ചോമേരി, 4
4-ാം വാർഡ് കൊടുവാളിക്കുണ്ട് സെൽമ കീടത്ത്. 5-ാം വാർഡ് പെരിഞ്ചോളം സെലീന വേളക്കാട്. 14-ാം വാർഡ് നെല്ലിപ്പുഴ ഷൗക്കത്തലിക്ക്. 19-ാം വാർഡ് നാരങ്ങപ്പറ്റ MK സുബൈദ. 20 നായാടിക്കുന്ന് ഫാത്തിമ ടീച്ചർ. 21-ാം വാർഡ് ചന്തപ്പടി സജിന ടീച്ചർ.  സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തനിക്കെതിരെ മത്സരിക്കാൻ വരുന്ന മൻസൂറിനെ മുസ്ലിം ലീഗ് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ സ്വാഗതം ചെയ്തു. അഹങ്കാരം ഇല്ലാത്ത ജനപ്രതിനിധികളായിരിക്കണം മുസ്ലിം ലീഗിന്റേത് എന്ന് മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഈ 17 സ്ഥാനാർത്ഥികളും ഇനി തുടർന്ന് നമ്മുടെ UDFന്റെ കോൺഗ്രസിന്റെ വരുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വികസന കാഴ്ചപ്പാടുള്ള ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന, അഹങ്കാരമില്ലാത്ത, ഭീഷണിപ്പെടുത്താത്ത, കൃത്യമായിക്കൊണ്ട് സാധാരണക്കാരന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന, അത് 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ആ ആളുകളോട് മാന്യമായി ഇടപെടുന്ന സ്ഥാനാർത്ഥികളായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യത്തിൽ അവർ ജനപ്രതിനിധികളായാൽ തീർച്ചയായിട്ടും ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഭരണവും മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ അടുത്ത 5 വർഷത്തേക്കുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളായിക്കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വാഗതം ചെയ്യാണ്, വരട്ടെ. എന്തായാലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഇല്ല, അതിപ്പോ കാണിക്കണില്ല. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കൂടിക്കൊണ്ട് അത് തീരുമാനിക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ലീഗിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് നേതാക്കൾ പറഞ്ഞു. CCN മണ്ണാർക്കാട്. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരിക്ക് മണ്ണൂർ രാജകുമാരനുണ്ണി നൽകി. യോഗക്ഷേമ സഭയിൽ ജൈവകൃഷിയും നാട്ടുമാവ് സംരക്ഷകനും ആദ്യകാല വ്യവസായ സംരംഭകനുമായ മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരി യുവതലമുറയ്ക്കൊരു മാതൃകയാണെന്ന് നജീബ് കാന്തപുരം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ലോകത്തെ ചരിത്രവും ലോകത്തെ മാനവരാശിയുടെ സംസ്കാരവും കൊടുക്കുന്നവരുടേതാണ്. കൊടുക്കുക എന്ന് പറഞ്ഞത് പണം കൊടുക്കൽ മാത്രമല്ല, സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല, തന്റെ ജീവിതം കൊടുക്കൽ കൂടി അതിൽ പ്രധാനമാണ്. കലയ്ക്ക് വേണ്ടിയും സർഗാത്മകതയ്ക്ക് വേണ്ടിയും ആവിഷ്കാരങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ജീവിതം സമർപ്പിച്ചവരുടെ ഈ മഹാവേദിയെ ഇതിൽ പങ്കാളിയാകാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൃഷ്ണൻ നമ്പൂതിരിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യാൻ എന്നെക്കാളും ഏതുകൊണ്ടും അർഹനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരനുണ്ണി മാഷ് അത് നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നിർവഹിച്ചത് തന്നെ മതി. എൻ്റെ ആശംസകൾ. നന്ദി. ചടങ്ങിൽ ഡോക്ടർ അമൃതം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പുരസ്കാര സമർപ്പണ സമ്മേളനത്തിൽ മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരി രചിച്ച ഭഗവത്ഗീത ആഖ്യാനം മധുരം മധുരമി ഹൃദയതാളം ഡോക്ടർ രാമദാസ് പെരിന്തൽമണ്ണ പ്രൊഫസർ ജീജയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു.
മാത്രമല്ല ഇതിനൊക്കെ ഓരോരോ യോഗങ്ങൾ ഇവിടെ വെച്ച് രവിമംഗലത്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും ആദരവോടുകൂടി ചേർന്ന് അദ്ദേഹത്തിനെ ആദരിക്കുന്നു, പുരസ്കാരം കൊടുക്കുന്നു. ബിജു പോലുള്ള ആൾക്കാർ അതിന് നേതൃത്വം കൊടുക്കും. ഇതൊക്കെ എന്നോ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഒരു 4 ദിവസം മുമ്പേ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഡാളസിലാണ്. ഇടയ്ക്ക് വിളിച്ചാൽ രാത്രി 12 മണി വരെയൊക്കെ സംസാരിച്ചു. KR രവി, മൂഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, ബിജുമോൻ പന്തിരിക്കുളം, ലേഖ M നമ്പൂതിരി, VA രാജൻ എഴക്കാട്, K സുബ്രഹ്മണ്യൻ, റിയാസ്, മുരളീധരൻ, സാഹിത്യകാരി ശാലിനി മുരളി, ഗോപൻ എഴക്കാട്, ദിലീപ് പൊൽപ്പാക്കര, മണികണ്ഠൻ കൊളത്തൂർ, അനിയൻ പെരുമന, ഇന്ദുശ്രീ, ദാമോദരൻ പെരിങ്ങോട്ടുമന, ഡോക്ടർ ബാബു മുണ്ടേക്കാട്, പുരസ്കാര ജേതാവ് മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ ഷീപ കൃഷ്ണദാസ്, EM നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. വർണ്ണപ്പൊലിമയോടെയുള്ള മത്സരങ്ങളോടെ ഷൊർണൂർ ഉപജില്ലാ കലോത്സവം സമാപിച്ചു. സമാപന ദിവസം തിരുവാതിരക്കളി, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് എന്നിവ മികവ് പുലർത്തി. LP സംഘഗാനം, LP ദേശഭക്തിഗാനം എന്നീ മത്സരങ്ങളും നടന്നു. UP, HS, HSS തിരുവാതിരക്കളി ആസ്വാദക ശ്രദ്ധ നേടി. പോയി വരേണം പ്രിയയോടെ വാർത്തകൾ ചൊല്ലുവാൻ പ്രിയമാനസാനി പോയി വരേണം പ്രിയയോടെ. കഥാപ്രസംഗം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ഇംഗ്ലീഷ് സ്കിറ്റ്, നാടകം, അറബി ഗാനം, സംസ്കൃത പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങളും നടന്നു. പിന്നെയും ധരിച്ചു ഗർഭം ഉന്നത കൗതൂഹലം ആസന്നമായി സൂതികാലം രാമണേന്ദ്ര കൂടെ പോരുന്നേ പ്രിയ പേരും ആത്മജാനെ കാത്തു തരുന്നേ പ്രിയ പേരും ആത്മജാനെ കാത്തു തരുന്നേ കാമുകമീതല്ലോ കാട്ട് കാമുകമീതല്ലോ കാട്ട്. CCN ചെറുപ്പുളശ്ശേരി. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. 473 പോയിന്റ് നേടിയാണ് സ്കൂൾ വിജയം നേടിയത്. AO സുവർണകുമാരി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. HSS ജനറൽ 197 പോയിന്റോടെ ഒന്നാം സ്ഥാനവും, HS ജനറൽ 214 പോയിന്റോടെ ഒന്നാം സ്ഥാനവും, UP ജനറലിൽ 62 പോയിന്റും നേടിയാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. 95 പോയിന്റോടെ ഒന്നാം സ്ഥാനവും, HS സംസ്കൃതം 78 പോയിന്റോടെ രണ്ടാം സ്ഥാനവും, UP അറബിക് 61 പോയിന്റോടെ മൂന്നാം സ്ഥാനവും വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ നേടി. ഷൊർണൂർ സെന്റ് തെരേസാസ് HSS 450 പോയിന്റോടെ ഓവറോൾ രണ്ടാം സ്ഥാനവും, വാടാനാംകുറിശി GHSS 447 പോയിന്റോടെ ഓവറോൾ മൂന്നാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള സമ്മാനദാനം AO സുവർണകുമാരി നിർവഹിച്ചു. കലോത്സവം നടത്തിപ്പുമായി സഹകരിച്ച ഹരിതകർമ്മസേന അംഗങ്ങൾ, വിവിധ സബ് കമ്മിറ്റികൾ എന്നിവരെയും സമാപന ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇന്ദിര കർമ്മസേന
സേനാ അംഗങ്ങളെയും ഈ ഇത്രമേൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഉള്ള ആളുകൾ. അടുത്തത് നാലാമത് നല്ല രീതിയിൽ ഇവിടെ കുട്ടികൾക്ക് അവരുടെ കലാപരപരമായിട്ടുള്ള അടുത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിക്ക് ഈ വിദ്യാലയത്തിലെ അധ്യാപികയായിട്ടുള്ള തായം മാസ്റ്റർ സമാപന ചടങ്ങിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ ബിന്ദു സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. BPC ബിന്ദു, SMC ചെയർമാൻ രാജൻ പൂതനായിൽ, PTA വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത്, MPTA പ്രസിഡന്റ് ശ്രീലത, ജനറൽ കൺവീനർ KC മുരളീധരൻ, HM ഫോറം കൺവീനർ K ഷാജി, പ്രിൻസിപ്പൽ EK മുഹമ്മദ് റഫീഖ്, പ്രോഗ്രാം കൺവീനർ E ശിവദാസൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയുമായിരുന്ന CN ശങ്കരനാരായണനെ ജന്മനാടായ മണ്ണമ്പറ്റയിൽ അനുസ്മരിച്ചു. അനുസ്മരണ പൊതുയോഗം അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആകാംക്ഷയോടും അതുപോലെ തന്നെ പ്രത്യാശയോടും കൂടിയാണ് ന്യൂയോർക്കിൽ മംദാനി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ കാണുന്നത് എന്ന് നാം ഓർക്കണം. അത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ ആശയത്തിന്റെ പ്രത്യേകതയാണ് മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ, ചൂഷണരാഹിത്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മംദാനി ന്യൂയോർക്കിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഏരിയ കമ്മിറ്റി അംഗം P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഏരിയ സെക്രട്ടറി K ജയദേവൻ നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ശ്രീധരൻ, M മോഹനൻ, K രാമചന്ദ്രൻ, MC വാസുദേവൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവം GMLPS താഴെക്കൊട് വെച്ച് നടന്നു. 1000-ലധികം പ്രതിഭകൾ അണിനിരന്ന സർഗോത്സവം വിവിധ മേഖലകളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള വേദിയായി. ഉപജില്ലാ ഓഫീസർ KT കുഞ്ഞുമൊയ്തു ബലൂൺ പറത്തിക്കൊണ്ട് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. കഥ, കവിത, അഭിനയം, ചിത്രം, നാടൻപാട്ട്, പുസ്തകാസ്വാദനം, കാവ്യാലാപനം തുടങ്ങിയ മേഖലകളിൽ LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. SMC ചെയർമാൻ മൻസൂർ KT അധ്യക്ഷനായ സമാപന സമ്മേളനം നാടൻപാട്ടു കലാകാരൻ അനീഷ് മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു. വയലിനിസ്റ്റ് സന്തോഷ് NR വിശിഷ്ടാതിഥിയായി. BPC സന്തോഷ് കുമാർ, HM ഫോറം കൺവീനർ അബ്ദുൽ അസീസ്, ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാർ, വിദ്യാരംഗം കൺവീനർ ബിന്ദു പരിയാപുരത്ത്, ജാഫർ, മുഹമ്മദ് ബഷീർ, NP മുരളി, സ്കൂൾ ലീഡർ ഫാത്തിമ ഫായിസ, അധ്യാപിക PC കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷിതാക്കൾക്കായി പ്രത്യേകമായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല സർഗോത്സവത്തിൽ വേറിട്ട് നിന്നു. പാഠപുസ്തക രചനയിൽ ഉൾപ്പെട്ടവരും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമാണ് ശില്പശാലകൾക്ക് നേതൃത്വം നൽകിയത്. പുലാമന്തോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥി സൻഹ ഫാത്തിമ രചിച്ച് ബിന്ദു പരിയാപുരത്ത് സംഗീതം നൽകിയ സ്വാഗതഗാനം വേദിയിൽ അവതരിപ്പിച്ചു. സർഗോത്സവ പ്രതിഭകൾക്കുള്ള സർഗപ്രതിഭാ പുരസ്കാരവും മികച്ച വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരവും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വേദിയിൽ വെച്ച് നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 33 വാർഡുകളിൽ 30-ൽ CPIM-ഉം 3-ൽ CPI-യും മത്സരിക്കും. മഞ്ചക്കൽ വാർഡിൽ മത്സരിക്കുന്ന 24 വയസ്സുള്ള അജ്മൽ അബ്ബാസാണ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. 8-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കളത്തിൽ അബ്ദുള്ളയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. 473 പോയിന്റ് നേടിയാണ് സ്കൂൾ വിജയം നേടിയത്. AEO സുവർണകുമാരി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കളക്ഷൻ ഏജന്റിനെ മർദ്ദിച്ച സംഭവത്തിൽ പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മെമ്പർ സതീഷിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുണ്ടേക്കാട് കൃഷ്ണൻ നമ്പൂതിരിക്ക് മണ്ണൂർ രാജകുമാരൻ ഉണ്ണി നൽകി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.